നമസ്കാരം, ഞാൻ അഭിലാഷ് ടി നായർ. ഫിനാൻഷ്യൽ ഗൈഡിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന അറിയിപ്പുകളാണ് ഈ എപ്പിസോഡിൽ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. 3 മീറ്റർ ദൂരപരിധി പാലിക്കാത്ത കെട്ടിടങ്ങളും ക്രമവൽക്കരിക്കാൻ അനുമതി നൽകി സർക്കാർ. വിജ്ഞാപനം ചെയ്ത റോഡുകളിൽ നിന്ന് 3 മീറ്റർ ദൂരപരിധി പാലിക്കാത്ത കെട്ടിടങ്ങളും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ക്രമവൽക്കരിച്ച് നൽകാവുന്ന തരത്തിൽ ചട്ടങ്ങൾ നിലവിൽ വന്നു. അംഗീകൃത നഗരവികസന പദ്ധതികൾക്ക് വിരുദ്ധമായത്, സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തത്, നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ലംഘിക്കുന്നത് തുടങ്ങിയവ ഒഴികെയുള്ള കെട്ടിടങ്ങളാണ് ക്രമവൽക്കരിക്കുകയെന്ന് മന്ത്രി എം.ബി. രാജേഷ് അറിയിച്ചു. നിശ്ചിത ഫോമിലുള്ള അപേക്ഷകൾ ഫീസ് അടച്ച് കെട്ടിടത്തിൻ്റെ പ്ലാനും അനുബന്ധ രേഖകളും സഹിതം തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്ക് നൽകണം. അപേക്ഷകൾ ജില്ലാതലത്തിലുള്ള ക്രമവൽക്കരണ കമ്മിറ്റി പരിശോധിച്ച് തീരുമാനമെടുക്കും. ഈ തീരുമാനത്തിൽ ആക്ഷേപമുള്ളവർക്ക് സംസ്ഥാനതല അപ്പീൽ കമ്മിറ്റിയെ സമീപിക്കാം. ഈ തീരുമാനത്തിലും ആക്ഷേപമുള്ളവർക്ക് സർക്കാർ തലത്തിൽ അപ്പലേറ്റ് അതോറിറ്റിയായ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അപ്പീൽ നൽകാം. വിവാഹ വിവരം പാസ്പോർട്ടിൽ രേഖപ്പെടുത്താൻ നിർദ്ദേശം. രജിസ്ട്രേഷൻ നമ്പർ രേഖപ്പെടുത്താൻ പ്രത്യേക കോളം. വിവാഹം ഇന്ത്യയിലും രജിസ്റ്റർ ചെയ്തിരിക്കണമെന്ന് നിർദ്ദേശം. ഇന്ത്യക്കാരുടെ പാസ്പോർട്ടുകളിൽ വിവാഹ രജിസ്ട്രേഷൻ നമ്പർ രേഖപ്പെടുത്താൻ പ്രത്യേക കോളം കൊണ്ടുവരാൻ ദേശീയ നിയമ കമ്മീഷൻ കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്തു. പാസ്പോർട്ട്സ് നിയമം 1967 ഭേദഗതി ചെയ്യാൻ ദേശീയ നിയമ കമ്മീഷൻ നിയമ മന്ത്രാലയത്തിന് നൽകിയ റിപ്പോർട്ടിലാണ് ഇന്ത്യൻ പൗരന്മാരുടെ പാസ്പോർട്ട് സംബന്ധിച്ച നിർണായക നിർദ്ദേശങ്ങളുള്ളത്. വിവാഹിതരാണോ എന്നത് നിർബന്ധമായും പാസ്പോർട്ടിൽ വ്യക്തമാക്കാനും പങ്കാളിയുടെ പാസ്പോർട്ടുമായി ലിങ്ക് ചെയ്യാനും ശുപാർശകളിലുണ്ട്. വിവാഹം ഇന്ത്യയിലും രജിസ്റ്റർ ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. വിദേശ ഇന്ത്യക്കാർ, അതായത് NRI, വിദേശ പൗരത്വമുള്ള ഇന്ത്യക്കാർ OCI, ഇന്ത്യൻ വംശജർ PIO എന്നിവരും ഇന്ത്യൻ പൗരന്മാരും തമ്മിലുള്ള വിവാഹ കേസുകളിലെ പഴുതടയ്ക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് നിർദ്ദേശം. NRI, OCI എന്നിവരുമായുള്ള ഇന്ത്യൻ പൗരന്മാരുടെ വിവാഹം നിർബന്ധമായും ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യണം. സഹോദരിയുടെ രക്ഷാകർതൃത്വം നിയമപരമായ അവകാശമല്ലെന്ന് സുപ്രീം കോടതി. കോടതി ഉത്തരവില്ലാതെ ഇളയ സഹോദരിയുടെ രക്ഷാകർതൃത്വം വഹിക്കാൻ മൂത്ത സഹോദരിക്ക് നിയമപരമായ അവകാശമില്ലെന്ന് സുപ്രീം കോടതി. മറ്റൊരു സഹോദരിക്കും കുടുംബത്തിനുമൊപ്പമുള്ള ഇളയ സഹോദരിയെ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ഹിമാചൽ സ്വദേശിനി നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജി പരിഗണിച്ചാണ് ജഡ്ജിമാരായ അനിരുദ്ധ ബോസ്, സഞ്ജയ് കുമാർ എന്നിവരുടെ ബെഞ്ച് ഇക്കാര്യം വ്യക്തമാക്കിയത്. കോച്ചിംഗ് സെന്ററുകളുടെ പരസ്യത്തിൽ 100% ജോലി ഉറപ്പ് എന്ന അവകാശവാദം പാടില്ല. കോച്ചിംഗ് സെന്ററുകളുടെ പരസ്യങ്ങളിൽ 100% ജോലി അല്ലെങ്കിൽ സെലക്ഷൻ ഉറപ്പ് എന്ന മട്ടിലുള്ള അവകാശവാദങ്ങൾ പാടില്ലെന്ന് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ കരട് മാർഗരേഖ വ്യക്തമാക്കുന്നു. പേര്, ചിത്രം, വീഡിയോ തുടങ്ങിയവ പരസ്യത്തിൽ ഉപയോഗിക്കുന്നതിന് ഉദ്യോഗാർത്ഥിയുടെ അനുമതി തേടിയിരിക്കണം. ഉദ്യോഗാർത്ഥിയുടെ സ്വന്തം പരിശ്രമത്തെ അവഗണിച്ച് പരിശീലന സ്ഥാപനത്തിന്റെ ശ്രമം കൊണ്ട് മാത്രമാണ് ഉന്നത വിജയമുണ്ടായതെന്ന തരത്തിൽ പരസ്യങ്ങൾ പാടില്ലെന്നും കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. വാഹനാപകടം ഇരട്ട നഷ്ടപരിഹാരം നൽകാനാവില്ലെന്ന് സുപ്രീം കോടതി. വാഹനാപകടത്തിൽ മരിച്ചയാളുടെ കുടുംബത്തിന് ഇരട്ട നഷ്ടപരിഹാരത്തിന് അർഹതയില്ലെന്ന് സുപ്രീം കോടതി. അപകടത്തെ തുടർന്ന് മരിച്ചയാളുടെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ടെങ്കിൽ ഇത് കഴിച്ചു വേണം മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള നഷ്ടപരിഹാരം നൽകാനെന്ന് ജഡ്ജിമാരായ BV നാഗരത്ന, അഗസ്റ്റിസ് ജോർജ്, മസി എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി. വീടുകൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങളുടെ ഉടമസ്ഥർക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ ഇനി ചിലവേറും. കെട്ടിട നിർമ്മാണ സെസ് പിരിവ് ഇനി തദ്ദേശ സ്ഥാപനങ്ങൾ വഴി. വീടുകൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങളുടെ ഉടമസ്ഥർക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ ഇനി ചിലവേറും. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി സെസ് പിരിച്ചെടുക്കാൻ നഗരസഭകളെയും കോർപ്പറേഷനുകളെയും പഞ്ചായത്തുകളെയും സർക്കാർ ചുമതലപ്പെടുത്തി. ഇതുവരെ തൊഴിൽ വകുപ്പ് നടത്തിയിരുന്ന സെസ് പിരിവാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറുന്നത്. വീടുകൾ ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾക്ക് നമ്പർ അനുവദിക്കും മുൻപ് ഇവ പിരിച്ചെടുത്തതായി തദ്ദേശ സെക്രട്ടറിമാർ ഉറപ്പാക്കണം. കോർപ്പറേഷനുകളിലും നഗരസഭകളിലും ഇത് ജനുവരി 16 മുതൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. പഞ്ചായത്തുകൾ വഴിയുള്ള സെസ് പിരിവ് ഏപ്രിലിൽ ആരംഭിക്കും. കർഷകർക്ക് ആശ്വാസം. റബ്ബർ കൃഷിക്കുള്ള സബ്സിഡി ഹെക്ടറിന് 40,000 രൂപയാക്കി ഉയർത്തി കേന്ദ്ര സർക്കാർ. റബ്ബർ കർഷകർക്ക് ആശ്വാസം പകരുന്ന തീരുമാനവുമായി കേന്ദ്ര സർക്കാർ. റബ്ബർ കൃഷി സബ്സിഡി ഹെക്ടറിന് 40,000 രൂപയാക്കി ഉയർത്താൻ കേന്ദ്ര വാണിജ്യ മന്ത്രാലയം തീരുമാനിച്ചു. റബ്ബർ ബോർഡ് ഉടനെ ഇതിന് വിതരണാനുമതി നൽകും.
നിലവിൽ 25,000 രൂപയാണ് നൽകി വന്നിരുന്നത്. അടുത്ത സാമ്പത്തിക വർഷം മുതൽ വർദ്ധിച്ച നിരക്കിലുള്ള തുക കർഷകർക്ക് ലഭിക്കും. പുതുകൃഷിക്കും ആവർത്തന കൃഷിക്കും സബ്സിഡി ലഭിക്കും. എല്ലാ ഇൻഷുറൻസുകൾക്കും ഇനി ഒറ്റ പ്ലാറ്റ്ഫോം വരുന്നു. എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും പോളിസികൾ വൈകാതെ ഒറ്റ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകും. IRDAIയുടെ കീഴിൽ ബീമാ സുഗം എന്ന പേരിലായിരിക്കും ഈ പ്ലാറ്റ്ഫോം. വിവിധ കമ്പനികൾ നൽകുന്ന പല ഇൻഷുറൻസ് പോളിസികളിൽ അനുയോജ്യമായത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ ഈ സംവിധാനം സഹായിക്കും. നിലവിൽ ഇൻഷുറൻസ് കമ്പനികളുടെ വെബ്സൈറ്റുകളിൽ പോവുകയോ ഏജന്റുമാരുമായി സംസാരിക്കുകയോ ചെയ്യണം. പല പോളിസികൾ എടുത്തവർക്ക് ഇവ ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ കൈകാര്യം ചെയ്യാനും കഴിയും. പണമിടപാട് രംഗത്ത് UPI വന്നതുപോലെ ഇൻഷുറൻസ് രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കാൻ ഇതിന് കഴിയുമെന്നാണ് വിലയിരുത്തൽ. ലൈഫ്, ജനറൽ, ആരോഗ്യ ഇൻഷുറൻസ് ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്ലാറ്റ്ഫോമിന് കഴിയും. ഇൻഷുറൻസ് ക്ലെയിം സെറ്റിൽമെന്റും പ്ലാറ്റ്ഫോമിൽ സാധ്യമാകും. ESI പരിധിയിൽ നിന്ന് പുറത്തായ ശേഷം വിരമിച്ചവർക്കും ഇനി ചികിത്സാ ആനുകൂല്യം. ശമ്പള പരിധി ഉയർന്നതിനെ തുടർന്ന് ESI പരിധിയിൽ നിന്ന് പുറത്തായ ശേഷം വിരമിച്ചവർക്കും പദ്ധതിയുടെ ആനുകൂല്യം നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. വിരമിക്കുന്നതിന് മുൻപ് 5 വർഷമെങ്കിലും ESI ആനുകൂല്യമുള്ള ജോലിയിൽ ആയിരുന്നവരും പിന്നീട് 30,000 രൂപ വരെ ശമ്പളം വാങ്ങി വിരമിച്ചവർക്കുമാണ് ആനുകൂല്യം ലഭിക്കുക. 2012 ഏപ്രിൽ 1 ശേഷമുള്ള 5 വർഷമാണ് കണക്കാക്കുക. 2017 ഏപ്രിൽ 1 അതിനുശേഷമോ വിരമിച്ചവരും സ്വയം വിരമിക്കൽ പദ്ധതി പ്രകാരം പുറത്തുപോയവരോ ആയിരിക്കണം. ESI ആനുകൂല്യത്തിനുള്ള വരുമാന പരിധി നിലവിൽ 21,000 രൂപയാണ്. ഫാമിലി വിസയിൽ ഇനി കുവൈറ്റിലേക്ക് മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ കൊണ്ടുപോകാൻ കഴിയില്ല. ഫാമിലി വിസയിൽ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും രാജ്യത്തേക്ക് കൊണ്ടുവരാനാകില്ലെന്ന് കുവൈറ്റ് അധികൃതർ വ്യക്തമാക്കി. ജീവിത പങ്കാളി, 14 വയസ്സിന് താഴെയുള്ള മക്കൾ എന്നിവർക്ക് മാത്രമായി വിസ പരിമിതപ്പെടുത്തിയത് മലയാളികൾ അടക്കമുള്ള വിദേശികൾക്ക് തിരിച്ചടിയാണ്. പരിഷ്കരിച്ച വിസ നിയമം പ്രാബല്യത്തിലായതിൻ്റെ ആദ്യ ദിനത്തിൽ തന്നെ 1165 അപേക്ഷകൾ അധികൃതർ തള്ളി. ഇതിൽ ഏറെയും മാതാപിതാക്കളെ കൊണ്ടുവരാനുള്ള അപേക്ഷകളായിരുന്നു. ആരോഗ്യ ഇൻഷുറൻസ് ഉള്ളവർക്ക് ഇനി രാജ്യത്തെ എല്ലാ ആശുപത്രികളിലും ചികിത്സ തേടാം. ആരോഗ്യ ഇൻഷുറൻസ് എടുത്തവർക്ക് രാജ്യത്തെ ഏത് ആശുപത്രിയിലും ഇനി ക്യാഷ്ലെസ് ചികിത്സ ലഭിക്കും. ഇതുവരെ അതാത് ഇൻഷുറൻസ് കമ്പനികളുടെ നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആശുപത്രികളിൽ മാത്രമായിരുന്നു ഈ സൗകര്യം. രാജ്യത്ത് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമപ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 15 കിടക്കകളുള്ള എല്ലാ ആശുപത്രിയിലും ചികിത്സ അനുവദിക്കുന്നതാണ് പുതിയ നിയമം. ജനറൽ ഹെൽത്ത് ഇൻഷുറൻസ് സേവനങ്ങൾ നൽകുന്ന കമ്പനികളുടെ കൂട്ടായ്മയായ ജനറൽ ഇൻഷുറൻസ് കൗൺസിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തിയത്. മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.